ഇന്ന് നമ്മൾ എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ എട്ടാമത്തെ ചോദ്യം, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ എലിപ്സ് ആൻഡ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ എലിപ്സസ്, രണ്ട് എലിപ്സസ് ആണ്. സോ എലിപ്സിന്റെ ഇക്വേഷൻ നമുക്ക് ലൈൻസ് ഓൺ ദ സർക്കിൾ ഓഫ് റേഡിയസ് ആർ സെന്റർ എ ബി, ദെൻ ദ വാല്യൂ ഓഫ് എ ബി പ്ലസ് 18 ആർ സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. ഇത് നമുക്ക് കോണിക് സെക്ഷനിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. എലിപ്സിന്റെ കേസ് അല്ലെങ്കിൽ സർക്കിളിന്റെ കേസും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പം നമുക്കറിയാം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എലിപ്സസ് ആണെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ രണ്ട് എലിപ്സിന്റെ ഇക്വേഷൻസ് ഉണ്ട്. ഇത് ലൈസ് ഓൺ ദ സർക്കിൾ ഓഫ് റേഡിയസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫാമിലി ഓഫ് കർവ്സ് അല്ലെ, ഇക്വേഷൻ ഓഫ് സർക്കിൾ അതെന്തായിരിക്കും? ഫാമിലി ഓഫ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഫാമിലി ഓഫ് കർവ് ഇക്വേഷൻ ഓഫ് സർക്കിൾ, കർവ് ഇക്വേഷൻ ഓഫ് സർക്കിൾ അല്ലെ. സർക്കിൾ അതെങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്? S1 പ്ലസ് ലാംഡ S2 ഈക്വൽ ടു 0. സോ S1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് 6x പ്ലസ് മൈനസ് 12y പ്ലസ് 23 അതല്ലേ നമുക്ക് S1. യെസ്, S2 നമുക്കുണ്ട്. ദെൻ ലാംഡ S2 എന്താണ്? 4x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് 20x മൈനസ് 12y പ്ലസ് 35 ഈക്വൽ ടു 0. റെഡി? അപ്പം നമുക്കറിയാം സർക്കിളിന്റെ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റുകൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. റെഡി അല്ലേ മക്കളെ? സോ ഇവിടെ ഇത് എക്സ് സ്ക്വയർ, ഇത് 2y സ്ക്വയർ, ഇവിടെ ഇത് 2y സ്ക്വയർ തന്നെ. അപ്പൊ ഇത് ശരിക്കും എക്സ് സ്ക്വയർ ആവണം എന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോണേ. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് അല്ലെ, ഫോർ സർക്കിൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, ഓക്കെ നമുക്ക് അങ്ങനെ എഴുതാം. ഫോർ സർക്കിൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് വൈ സ്ക്വയർ. അത് നമുക്ക് ഈക്വൽ ആയേ പറ്റുള്ളൂ. റെഡി അല്ലേ? എന്നാലും നമുക്കിത് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വൈ സ്ക്വയർ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കിക്കേ. അപ്പൊ ഇവിടെ ഈ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും വരേണ്ടത്? ലാംഡയുടെ വാല്യൂ നമുക്ക് 1/2 കൊടുക്കാന്ന് വെച്ചോ. 1/2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇത് 2 വരും, അപ്പൊ ഇവിടെ 1 വരും. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിത് യെസ് കറക്റ്റ് ആയി. രണ്ടുകൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് സെറ്റ് ആണ്. ലാംഡ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. കറക്റ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ ലാംഡയുടെ വാല്യൂ 1/2 കിട്ടി. സോ നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് 16/3x മൈനസ് 6y പ്ലസ് 27/2 ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. ഓക്കെ, റെഡി? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. സോ ഇവിടുന്ന് ഇനി നമുക്ക് സർക്കിളിന്റെ സെന്ററും റേഡിയസും എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 2gയുടെ സ്ഥാനത്ത് നമുക്കുള്ളത് -16/3യും 2fന്റെ സ്ഥാനത്തുള്ളത് -6ഉം ആണ്. സോ g ഈക്വൽ ടു -16 ദെൻ 2/3. സോ ഇത് നമുക്ക് 8 കിട്ടും. സോ -8/3 എന്ന് കിട്ടും. എഫ് ഈക്വൽ ടു നമുക്ക് -3 എന്ന് കിട്ടും. സോ സെന്റർ നമുക്ക് -g, -f എന്ന് വരും. സോ നമുക്ക് 8/3യും 3 എന്നും കിട്ടും നമുക്ക് സെന്റർ. ഇനി റേഡിയസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി ആണ്. ജി സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 64/9, എഫ് സ്ക്വയർ ആകുമ്പോഴത്തേക്കും 9 മൈനസ് സി നമുക്ക് എത്ര കിട്ടും? -27/2. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 47/18 കിട്ടും. സോ ഇതാണ് നമുക്ക് റേഡിയസ് കിട്ടുന്നത്. നമുക്കിനി വേണ്ടത് എന്താണ്? എ ബി പ്ലസ് 18 ആർ സ്ക്വയർ ആണ് വേണ്ടത്. സോ എ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 8/3 × 3 നമുക്ക് 8 കിട്ടും. പ്ലസ് 18 × ആർ സ്ക്വയർ വരുമ്പോൾ നമുക്ക് 47/18 കിട്ടും. ഇതും കട്ടായി പോകും. സോ നമുക്ക് 55 എന്ന് കിട്ടും. ഓക്കെ, 55 ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ?